എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെജിറ്റബിൾസ് ഒന്നുമില്ലെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വെജിറ്റബിൾസ് ഒന്നുമില്ലെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 150 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇതിപ്പം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായ വെള്ളം ചേർത്ത് നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വെക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഞാനൊരു 400 ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു പഴുത്ത തക്കാളിക്കായാണ്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് നടുവേ കീറിയതാണ് പിന്നെ എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾ ഏത് ഓയിൽ ഉപയോഗിക്കുന്നോ അത് നിങ്ങൾക്ക് ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഫ്രൈ ആയി വന്നോട്ടെ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. 400 ഗ്രാം ചുവന്നുള്ളിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഉള്ളി നടുവേ ഒന്ന് കീറി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് പെട്ടെന്ന് വഴന്നു വരുന്നതിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണിത്. ഇനി ഇതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഞാൻ. ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ആ ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളി പഴുത്തതാണ്. ഇത് ഞാൻ നീളത്തിൽ കീറിയതാണ്. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് വളരെ ഈസിയായി ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി അപ്പോഴപ്പോൾ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
ഇത് എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് വഴന്ന് തന്നെ പകുതിയോളം വേവാകുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. വീണ്ടും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ ഈ പൊടികളൊക്കെ. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന വാളൻപുളിയുടെ നീര് ഞാൻ അരിച്ചെടുത്തതാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരുന്ന വാളൻപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പുളിവെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോഴൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ഞാൻ ഇതിന് നികക്ക വെള്ളം ചേർക്കുന്നുണ്ട്. ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൽ. നിങ്ങൾക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഈ സമയം ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കായമാണ്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ സാമ്പാർ പൗഡർ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കായപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കട്ടക്കായമാണെങ്കിൽ ഇതിൻ്റെ നേർപകുതി മതി. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ ചേർന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തീർച്ചയായും ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സാമ്പാറാണ്. ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഈ വെള്ളത്തിൽ കിടന്ന് നന്നായി ഒന്ന് വേകട്ടെ. ഒരു 3 മിനിറ്റ് നിന്ന് വെന്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് താളിച്ചൊഴിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം.
ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളി ചേർക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പിലയും കൂടി ചേർക്കാം. നന്നായി ഇളക്കാം. ഇനി നമ്മൾ നേരത്തെ വെന്ത് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ചേർക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ല അടിപൊളി ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും നാളെ നല്ലൊരു റെസിപ്പിയുമായി ഇതേ സമയം ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.